പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. സങ്കീർത്തനങ്ങൾ 20-ാം അധ്യായം 4 പറയുന്ന ഈ അനുഗ്രഹവചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഏവരുടെയും കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ടും ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കടന്നുപോയ 2020 അനാവശ്യമായ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കുവാനും നമ്മുടെ ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുവാനും നമ്മെ പഠിപ്പിച്ച വർഷമായിരുന്നു. നമ്മിൽ പലരും അനേകം കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ദൈവത്തിൻ്റെ ശക്തമായ താങ്ങുന്ന കരത്തിന് കീഴിൽ അവിടുന്ന് നമ്മെ ഏവരെയും ചേർത്ത് പിടിച്ചു. ഇന്ന് കുവൈറ്റ് നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഒരു നഴ്സിൻ്റെ കുടുംബം കഷ്ടതയുടെ ദിനങ്ങളിൽ തങ്ങളെ ചേർത്ത് പിടിച്ച ദൈവത്തെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുമ്പോൾ നമ്മുടെ വിശ്വാസ തീക്ഷ്ണത വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കഴിഞ്ഞുപോയ 2020 ലോകം മുഴുവൻ ഒത്തിരിയേറെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളിലൂടെയും കഷ്ടതകളിലൂടെയും കഴിഞ്ഞുപോയ ഒരു വർഷമായിരുന്നു. എങ്കിൽ അതിനുമപ്പുറം ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ അനേകം അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുവാനുണ്ട്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും: ഇതാണ് വഴി, ഇതിലേ പോവുക. കോവിഡ് എന്ന മഹാമാരിയുടെ സമയത്ത് തങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യവും സ്നേഹവും കരുതലും അനുഭവിച്ചറിഞ്ഞ കുവൈറ്റ് അബ്ബാസിയയിലെ ഒരു കുടുംബത്തെ നഴ്സസ് ടൈമിൻ്റെ എപ്പിസോഡിലൂടെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് ബാബു. ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഭാര്യയുടെ പേര് ഡോൾസി. അവൾ മിനിസ്ട്രി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു മകളുണ്ട്. അവളുടെ പേര് അനറ്റ്. അവൾ നാട്ടിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഞങ്ങൾ നാട്ടിൽ തൃശ്ശൂരാണ്. കുവൈറ്റിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിൽ ആദ്യത്തെ കൊറോണ ബാധിത മലയാളി കുടുംബം എന്നാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് കൊറോണ എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിച്ച് ഓടിപ്പോകുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാബുച്ചേട്ടൻ കോവിഡ് പോസിറ്റീവ് എന്ന് അറിയുന്നത്. ആ സാഹചര്യങ്ങളൊന്ന് ഷാലോം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? 2020 മാർച്ച് മാസം എന്ന് പറയുന്നത് കുവൈറ്റിലെ COVID-19 എന്ന മഹാമാരിയുടെ തുടക്ക കാലഘട്ടമായിരുന്നു. എല്ലാവരിലും ഭയവും മരണഭീതിയും ഉളവാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ദിവസങ്ങളിലാണ് ഈ മഹാമാരി ഞങ്ങളുടെ വീട്ടിലേക്കും കടന്നു വന്നത്. മാർച്ച് 13-ാം തീയതി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ മകളെ കാണണം, മാതാപിതാക്കളെ കാണണം എന്ന വിചാരത്തോടെ ഇരിക്കുമ്പോഴാണ് മിനിസ്ട്രി ലീവെല്ലാം ക്യാൻസൽ ചെയ്യുന്നതും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. 17-ാം തീയതി ആയപ്പോഴേക്കും ബാബുചേട്ടന് ചെറിയ ചുമ തുടങ്ങി. ക്ലിനിക്കിലെല്ലാം പോയി ഞങ്ങൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും കുറയാതെ ആയപ്പോൾ പനിയും ചുമയും കൂടി വന്നപ്പോൾ ഏരിയ ഹോസ്പിറ്റലിലേക്ക് പോവുകയും എക്സ്റേ എടുക്കുകയും അവിടെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അഡ്മിറ്റ് ചെയ്തില്ല. വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നു. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ വീണ്ടും ഏരിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുകയും കോവിഡ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരു രാത്രിയോടെ ആയപ്പോഴാണ് പോസിറ്റീവാണെന്ന് അറിയുന്നത്. ആ സമയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോവിഡ് ആണെന്ന് വിചാരിക്കുന്നില്ല അല്ലേ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ രാത്രിയിൽ ഡോക്ടർ വന്ന് ബാബുച്ചേട്ടൻ്റെ അടുക്കൽ നിങ്ങൾ കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ ബാബുച്ചേട്ടൻ്റെ ആ ഒരു മാനസികാവസ്ഥ അതെന്തായിരുന്നു? എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് എല്ലാം നടത്തി. അതിൽ റാപ്പിഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു റാപ്പിഡ് ടെസ്റ്റിൽ നിങ്ങൾ നെഗറ്റീവാണ്. അത് കഴിഞ്ഞ് രാത്രി പുലർച്ചയോട് കൂടി ഡോക്ടർ വന്ന് പറഞ്ഞു നിങ്ങൾക്ക് സാബിഡയിൽ നിങ്ങൾ പോസിറ്റീവാണ്, കോവിഡ് പോസിറ്റീവാണ്. ആ സമയത്ത് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നത് കോവിഡ് വന്നവർ ന്യൂമോണിയം എല്ലാം ബാധിച്ച്
ഒരുപാട് പേര് മരിക്കുന്ന വാർത്തകളാണ് നമുക്ക് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഞാൻ ന്യൂമോണിയുണ്ട്, ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആവുകയും ചെയ്തു. പിന്നെ ഞാൻ ചുമയ്ക്കുമ്പോൾ എനിക്ക് ആ കഫത്തിൻ്റെ കളർ ഒരു ബ്രൗൺ കളറായിരുന്നു. അപ്പോൾ ഞാൻ അറിയുന്ന 2 പേരിലും ഇതേ സംഭവം തന്നെ കളർ ഇതൊക്കെ ആയിരുന്നു. അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാനും ചിന്തിച്ചു, ഞാനും കുറച്ച് ദിവസം കഴിഞ്ഞാൽ മരിച്ചു പോകും. ആ ഒരു ചിന്ത ആയിരുന്നു. അപ്പോൾ ആരെയും കാണാൻ സാധിക്കില്ല, മകളെ കാണാൻ സാധിക്കില്ല, അപ്പച്ചനെയോ അമ്മേനെയോ ഒന്നും കാണാൻ സാധിക്കില്ല, ഭാര്യനെയോ അമ്മ സഹോദരനെ ആരും തന്നെ കാണാൻ സാധിക്കില്ല. അത് ഒരുപാട് ഒറ്റപ്പെടലൊരു അത് വല്ലാതെ തന്നെ വേദനിപ്പിച്ചു. ആദ്യമേ തന്നെ റാപ്പിഡ് ടെസ്റ്റ് നെഗറ്റീവായിരുന്നപ്പോൾ ഞാൻ സമാധാനിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പുലർച്ചയോട് കൂടി ബിനു തന്നെയല്ലേ വിളിച്ച് പറഞ്ഞത് പോസിറ്റീവാണെന്ന്. അതൊരു വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസായിരുന്നു. നമ്മൾ TV വയ്ക്കുമ്പോഴെല്ലാം ഇറ്റലിയിലും അവിടെയെല്ലാം ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ബാബുചാട്ടനും മരിച്ചു പോകുമെന്നുള്ള വല്ലാത്തൊരു ഭയം, വല്ലാത്തൊരു ഒറ്റപ്പെടൽ. ഫ്ലാറ്റിൽ തന്നെയായിരുന്നു, രാത്രി സമയമായിരുന്നു. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്ന് ഉറങ്ങാനോ പ്രാർത്ഥിക്കാനോ ഒന്നും സാധിച്ചില്ല. ഞാൻ മാതാവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആ ഒരു രാത്രി മുഴുവൻ അങ്ങനെയാണ് തള്ളി നീക്കിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാഷണൽ കോർഡിനേറ്ററിനെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് ഹസ്ബൻഡ് പോസിറ്റീവാണെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു ഒത്തിരി പ്രാർത്ഥനാ സഹായമൊക്കെ വാഗ്ദാനം ചെയ്തു. അങ്ങനെയാണ് ആ പ്രാർത്ഥനയുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ബലത്തിലും നമ്മുടെ പാരീഷിലെ അച്ഛന്മാരെ എല്ലാം വിളിച്ച് പറഞ്ഞു, എല്ലാവരും എന്നെ സമാധാനപ്പെടുത്തി. അങ്ങനെയാണ് ആ ദിവസം കഴിഞ്ഞു പോയത്. പിന്നീട് ക്വാറന്റൈനിലേക്ക് അല്ലേ? പിന്നീട് രാവിലെ ആയപ്പോൾ ക്വാറന്റൈൻ സെൻറ്ററിൽ നിന്ന് ഡോക്ടേഴ്സ് വന്നു. എനിക്ക് ക്വാറന്റൈൻ പേപ്പർ എഴുതി തരികയും ക്വാറന്റൈൻ സെൻറ്ററിലേക്ക് പോകാൻ പറയുകയും ചെയ്തു. അതും വല്ലാത്തൊരു ദിവസമായിരുന്നു. കാരണം അന്ന് ലോക്ക്ഡൗൺ ആയിരുന്നു നമ്മുടെ അബ്ബാസിയയിൽ. പ്രൈവറ്റ് വാഹനങ്ങളോ ടാക്സിയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ലാത്ത അവസ്ഥ. എല്ലാവരും ഈ കോവിഡിനെ അത്രയും ഭയത്തോടു കൂടി കാണുന്ന അവസ്ഥ. എല്ലാവരിലും ഭയവും ആ ഒരു കോവിഡ് എന്ന ഉള്ള ആൾക്കാരുടെ ഫ്ലാറ്റിലേക്ക് പോലും വരാൻ ഒത്തിരി ഭയപ്പെടുന്ന അവസ്ഥ. ഒരു ഭയാനകം തന്നെയായിരുന്നു. അതിനപ്പുറം ഞങ്ങളുടെ ഫോട്ടോയും അപ്പോഴേക്കും ഈ ന്യൂസെല്ലാം നമ്മുടെ ഏരിയയിൽ പരന്നിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, വാട്സപ്പിലെല്ലാം നിങ്ങളുടെ ഫാമിലി ഫോട്ടോ വന്ന്, അതായത് നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ് പറഞ്ഞു, ആ ബിൽഡിങ്ങിലെ ആളാണ്. കാരണം ആ സമയത്ത് നമ്മുടെ അബ്ബാസിയയിൽ ആദ്യത്തെ കൊറോണ ബാധിച്ച ഒരു വ്യക്തിയാണ്. അപ്പം എല്ലാവരും ഒത്തിരി ഭയത്തോടെ നോക്കുന്ന ഒരു സമയം. അതെ, അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഒത്തിരി മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഫോട്ടോയും മകളാണെങ്കിൽ നാട്ടിൽ അവളുടെ ഫോട്ടോ വരെ വെച്ച് അങ്ങനെ ചെയ്തപ്പോൾ അന്ന് ഒത്തിരി വിഷമത്തിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. തന്നെയല്ല, ക്വാറന്റൈൻ സെൻറ്ററിലേക്ക് പോകണമെങ്കിൽ ആംബുലൻസിൻ്റെ ആവശ്യകതയുണ്ടായിരുന്നു. പ്രൈവറ്റ് ടാക്സിയോ മറ്റാർക്കോ ഞങ്ങളുടെ ഫ്ലൈറ്റിലേക്ക് കടന്നു വരാനോ സഹായിക്കാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ആംബുലൻസ് രാവിലെ തൊട്ട് വിളിച്ചു തുടങ്ങി. പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്നും എല്ലായിടത്തുനിന്നും ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. ഞാൻ ആകെ ശരിക്കും ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഒത്തിരി മാനസിക സംഘർഷത്തിലൂടെ തന്നെ കടന്നുപോയി. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിന്റെ ചേർത്ത് പിടിക്കുന്ന ഒരു കരം ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം എനിക്ക് സാധിച്ചു, അത് കടന്നു പോകാൻ സാധിച്ചു. അങ്ങനെ ഈവനിങ്ങുകളോടുകൂടി ആയപ്പോഴേക്കും ആംബുലൻസ് വരികയും ഞാൻ ക്വാറന്റൈൻ സെൻറ്ററിലേക്ക് പോവുകയും സ്വാബ് എടുക്കുകയും ചെയ്തു. ഹസ്ബൻഡിന്റെ അവസ്ഥയെക്കുറിച്ച് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒത്തിരി ഞാൻ വളരെ ആകുലതയായിരുന്നു ആ സമയത്തെല്ലാം. ബാബുചേട്ടൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ബാബുചേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എക്സ്റേ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർ എന്നെ വിളിച്ച് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ചേച്ചി, എക്സ്റേ ഒത്തിരി ബാഡാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ അത്രയൊക്കെ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഒരു ICU അഡ്മിഷൻ ഒഴിവാക്കി ഈശോയുടെ സംരക്ഷണം കാണുവാനായിട്ട് സാധിച്ചു. സങ്കീർത്തനം 56:13 പറയുന്ന പോലെ, ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് ദൈവം എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷപ്പെടുത്തി. എനിക്ക് ന്യൂമോണിയ ബാധിച്ചതിനാൽ എൻ്റെ ചെസ്റ്റിലെ എക്സ്റേ ഒരുപാട് ബാഡായിരുന്നു. ആ അവസ്ഥയിൽ എന്നെ ICUയിൽ പ്രവേശിക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ ഓക്സിജൻ ലെവലോ ഒന്നും താഴ്ന്നു പോകാതെയും മറ്റു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്നെ കാത്തുരക്ഷിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഫോണിലൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോഴെല്ലാം വളരെയധികം ശ്രമിച്ച് ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഞാനും പേടിച്ചു. ആ ദിവസങ്ങളിലെല്ലാം എല്ലാവരും ICUയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു. പോകും, തിരിച്ചു വരില്ല, എനിക്ക് കാണാൻ പറ്റുമെന്ന് വളരെയധികം ആശങ്കയുണ്ടായിരുന്നു. ഞാനും ആ ഒരു അവസ്ഥയിലൂടെ തന്നെ കടന്നു പോയത്. എനിക്കിനി കാണാൻ പറ്റുമോ, അങ്ങനത്തെ വലിയൊരു വിഷമത്തോടു കൂടിയായിരുന്നു അങ്ങനെ ഇരുന്നത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ വൺസ് പേഷ്യൻ്റ് ഒന്ന് ICUയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അല്ലേ? നമ്മൾ അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പല പേഷ്യൻസും എൻ്റെ ആൾക്കാരും വിളിച്ച് ചോദിക്കുമ്പോൾ അവരെല്ലാം മോർച്ചറിയിലാണ്. ഇപ്പം നമുക്കറിയാൻ പറ്റുന്നില്ല അവരുടെ കണ്ടീഷൻ എന്തെന്നോ. അങ്ങനെയുള്ള
ന്യൂസുകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടത്തിലൂടെയാണ് ആ ദിവസങ്ങളിലെല്ലാം കടന്നുപോയത്. അതുപോലെ തന്നെ ഡോൾസിക്കും നിങ്ങൾ രണ്ടുപേരും കോവിഡ് പോസിറ്റീവ് ആണ് എങ്കിൽ പോലും ആ ഒരു തീവ്രതയിലേക്ക് രണ്ടുപേരും ഒരുപോലെ കർത്താവ് വിട്ടില്ല. അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആസ്മാറ്റിക് ആയിരുന്നു. അപ്പം ഞാനാണ് വിചാരിച്ചത് എനിക്കാണ് കൂടുതൽ ന്യൂമോണിയെല്ലാം വരാൻ ചാൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ കർത്താവ് അതിനൊന്നും അനുവദിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരെയും ആ ഒരു ഇതിലേക്ക് കടത്തി വിട്ടില്ല. അതിന് കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു അവസ്ഥയിൽ സ്വന്തം പപ്പയും അമ്മയും ഒരുപോലെ കോവിഡ് പോസിറ്റീവായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന് കേട്ടപ്പോൾ നാട്ടിലായിരുന്നു നിങ്ങളുടെ മോളുടെ അവസ്ഥ എന്തായിരുന്നു? അവൾ എന്നെ വിളിച്ചിട്ട് പപ്പ പേടിക്കണ്ട, പപ്പ ടെൻഷനൊന്നും ഇല്ലാണ്ട് ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളിവിടെ ഞങ്ങളുടെ ജീസസ് യൂത്തിൽ ഞങ്ങൾ ചെയിൻ റോസ്റ്ററി എല്ലാം ചെയ്യുന്നുണ്ട്, അപ്പോൾ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുന്നുണ്ട്. അവൾ എപ്പോഴും എന്നെ ഇത് ആശ്വസിപ്പിക്കുകയായിരുന്നു. അതെ, അത് ബാബുചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഒത്തിരി മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയാലും കർത്താവ് അവളെ പഠിപ്പിക്കുകയായിരുന്നു എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യാം. എൻ്റെ അപ്പനമ്മ ഇല്ലാത്ത പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അവളത് അവളെ പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അവൾ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വന്നതുകൊണ്ട്, അവൾ ജീസസ് യൂത്തിലെ ഒരു അംഗമായതുകൊണ്ടും അവരുടെ കുട്ടികളെല്ലാം ചെയിൻ റോസറിയും കരുണക്കൊന്തയും എല്ലാം ചൊല്ലി, പ്രാർത്ഥിക്കാത്ത കുട്ടികൾ പോലും കുട്ടിയുടെ പപ്പയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ സാറുമാരെല്ലാം വിളിച്ച് കണ്ടീഷൻ ചോദിക്കുകയും, മോളെ നീ ഭയപ്പെടണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നു. ആ ടീച്ചേഴ്സിനോടെല്ലാം ഞാൻ ഈ സമയം നന്ദി പറയുകയാണ്. വചനത്തിൽ പറയുന്നത് പോലെ ഞാൻ സേവിക്കുന്ന കർത്താവ് തൻ്റെ ദൂതനെ നിൻ്റെ മുൻപേ അയച്ച് നിൻ്റെ വഴികൾ ശുഭമാക്കും. ഈ ഒരു വചനത്തിൻ്റെ സാക്ഷാത്കാരം, ആ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലും അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. തീർച്ചയായും ബിനു പറഞ്ഞ വചനത്തോട് ചേർത്ത് വെച്ച് ഞാൻ പറയുകയാണ്. യെശയ്യാ 45:2 പറയുന്നുണ്ടല്ലോ, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുമെന്ന വചനം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും അനുഭവവേദ്യമായി. കാരണം ബാബുചേട്ടനെ അഡ്മിറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആ ദിവസങ്ങളായിരുന്നു. നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലെ ഒരു സിസ്റ്റർ മുഖേന ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ബിനുവിന് തന്നെ അറിയാലോ, ബിനു കുട്ടികളുടെ വാർഡിലാണ് വർക്ക് ചെയ്തത്. ആ ബാബുചേട്ടൻ അഡ്മിറ്റായ ഐസൊലേഷൻ വാർഡിലേക്ക് ആ ദിവസം തന്നെ കടന്നു വരികയും അസൈൻമെൻറ്റ് ബാബുചേട്ടനെ തന്നെ കിട്ടുകയും ചെയ്തു. അതൊക്കെ കർത്താവിൻ്റെ അതൊരു ദൂതനെ അയക്കുന്ന പോലെ തന്നെയാണ് ബിനു അവിടെ വന്നത്. ബാബുചേട്ടൻ ഒത്തിരി വിഷമിച്ച് പേടിച്ചിരിക്കുമ്പോൾ ബിനുവിനെ തന്നെ പരിചയമുള്ള ഒരാളെ കാണുക എന്ന് പറഞ്ഞാലും അത് എനിക്കും വളരെ ഒരു സന്തോഷകരമായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്ന് ഞാൻ ബാബുചേട്ടൻ്റെ റൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാബുചേട്ടൻ പേടിച്ചിട്ടാണോ എന്താണോ, വിഷമമാണോ, ഇനി ആരെയും കാണാൻ പറ്റാത്തൊരവസ്ഥയാണോ, ബാബുചേട്ടൻ്റെ ആ ഒരു കരയുന്ന അവസ്ഥ ഇപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. ഞാനില്ലാത്ത അവസരത്തിൽ പോലും അവിടെ ചായ പോലും കൊടുക്കാനായിട്ട് സാധിച്ചു. അതൊക്കെ ചെറിയ കാര്യമായാലും അതൊന്നും വലിയൊരു കാര്യമായിരുന്നു. എനിക്ക് കയറി ചെല്ലാൻ സാധിക്കുന്നില്ല, ഒരു കോവിഡ് വാർഡിലേക്ക് എനിക്ക് കയറി ചെല്ലാൻ സാധിക്കുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവിടെ ഉണ്ടാവുക എന്നുള്ളത് എൻ്റെ കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ കോവിഡ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോഴും ഒത്തിരി നേഴ്സസ് മിനിസ്ട്രിയിലെ സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അനുദിനം വേണ്ട എടുത്ത വസ്ത്രത്താലാണ് നമ്മളവിടെ പോകുന്നത്. വസ്ത്രങ്ങൾ കൊണ്ടുവന്നു തരാനും നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവന്നു തരാനും എൻ്റെ കുറേ സഹോദരിമാരെ അവിടെ ദൈവം അയച്ചു. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നില്ല. ബൈബിൾ പോലും എൻ്റെ കയ്യിൽ കൊടുന്നു തരാനായിട്ട് എൻ്റെ കർത്താവ് ഓരോരുത്തരെ അയക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബാബുചേട്ടൻ്റെ കാര്യങ്ങളൊന്നും ബാബുചേട്ടന് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കാൻ സാധിക്കുന്നില്ല. കണ്ടീഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒത്തിരി സ്റ്റാഫുമാർ ആ ഹോസ്പിറ്റലിലേക്ക് അയച്ചിരുന്നു കർത്താവ്. ആ ബാബുചേട്ടൻ്റെ വാർഡിൽ തന്നെ അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും അവർക്ക് ബാബുചേട്ടൻ്റെ കാര്യങ്ങൾ എന്നോട് പറയാനും എല്ലാം ദൈവം ഓരോരുത്തരും പറഞ്ഞത് ശരിയാണ്. കാരണം ആ സമയങ്ങളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വാട്സപ്പിലൂടെ ഈ സിവിൽ ഐ ഡി നമ്പരും പേഷ്യൻ്റെ പേരും വെച്ചിട്ട് ഈ പേഷ്യൻറ്റിനെ അറിയുമോ, ഇന്നലെ തൊട്ട് കാണുന്നില്ല, ഹോസ്പിറ്റലിൽ പോയി, എവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കൂടെയുള്ള ഒരാൾ അഡ്മിറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരെക്കുറിച്ചുള്ള മെസ്സേജുകൾ കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവം കരുതിയത് തന്നെയാണ്. തന്നെയുമല്ല, ചെസ്റ്റ് ഫിസിഷ്യനായി വന്നത് ഒരു മലയാളി ഡോക്ടറായിരുന്നു. അത് ബാബുചേട്ടന് വളരെ ഒരു ആശ്വാസമായിരുന്നു. ബാബുചേട്ടൻ പേടിക്കേണ്ട, എക്സസൈസൊക്കെ ചെയ്യ്, അങ്ങനെയെല്ലാം പറഞ്ഞ് ബാബുചേട്ടനെ ഒത്തിരി അങ്ങനെ എല്ലാ ദിവസങ്ങളിലും അങ്ങനെ ഓരോരുത്തരെയായിട്ട് അയച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഡോൾസി അഡ്മിറ്റായ റൂമിൽ ശരിക്കും ദൈവം ഒരു മാലാഹയെ തന്നെ അയച്ചെന്ന് പറയാം അല്ലേ? തീർച്ചയായും ബിനു, ഞാൻ അഡ്മിറ്റായ ഒരു റൂമിൽ ഒരു നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യൻ ചേച്ചീനെയാണ് എനിക്ക് കൂട്ടുകിട്ടിയത്. അത് വലിയൊരു ആശ്വാസമായിരുന്നു. ബാബുചേട്ടനാണെങ്കിൽ ഒത്തിരി ന്യൂമോണിയ ആയിട്ട് ഒത്തിരി ടെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് സങ്കീർത്തനങ്ങൾ വായിക്കുകയും
ഒത്തിരി കരുണക്കൊന്തയും ജപമാല ചൊല്ലുവാനും സാധിച്ചു. മീഡിയ കത്തോലിക്കയിലെ വിശുദ്ധ കുർബാന കാണാനും ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു. ഒരു പ്രാർത്ഥനാലയമാക്കി മാറ്റി ഞങ്ങൾ ആ റൂം. കോവിഡിൻ്റേതായ ആ ഒരു ടെൻഷനിൽ നിന്നെല്ലാം ആ ചേച്ചിയുടെ പ്രാർത്ഥനയും എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിരുന്നു. ഡോൾസി പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നു. നഴ്സുമാരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ആയാലും മലയാളി ഡോക്ടറായിരുന്നു. ഡോക്ടർ എപ്പോഴും എന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും നീ വിളിച്ചോളൂ, ഡയറക്റ്റ് വിളിച്ചോളൂ. അതുകൊണ്ട് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇരിക്കുന്നുണ്ട്, എപ്പോഴും സപ്പോർട്ടിങ് ആയിരുന്നു. അതുപോലെ തന്നെ നഴ്സുമാരെല്ലാവരും തന്നെ ഇവളുടെ ഫ്രണ്ട്സ് നഴ്സുമാർ ഒരുപാട് പേരോടെ ഉണ്ടായിരുന്നു. അവരെനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി എനിക്ക് ഡെയിലി അവർ ഫുഡ് കൊടുക്കുന്നതായിരുന്നു. ഹോസ്പിറ്റലിൽ ഫുഡ് അല്ലാണ്ട് തന്നെ എനിക്ക് അവർ ഫുഡെല്ലാം കൊടുക്കുന്നത് എപ്പോഴും അവർ ഹെൽപ്പിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം അവരാണ് എനിക്ക് കൊടുക്കുന്നതൊക്കെ എല്ലാം ഹെൽപ്പിംഗ് ആയിരുന്നു അവരെല്ലാവരും. അവിടെയും ദൈവത്തിന് വലിയ കരുതൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു അല്ലേ? ഡോൾസി ശരിക്കും പറഞ്ഞാൽ ബാബുച്ചേട്ടനെ അഡ്മിറ്റ് ചെയ്തിട്ട് അന്ന് ഡോൾസി നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ രാവിലെ അന്ന് കോവിഡ് പോസിറ്റീവ് എന്നൊന്നും റിസൾട്ട് വന്നില്ല. അപ്പോൾ ഡോൾസി വന്ന് ബാബുച്ചേട്ടനെ കണ്ട് തിരിച്ചു പോയിട്ട് പലരുമായിട്ട് കോണ്ടാക്റ്റ് ആയിട്ടുണ്ട്. പലരുടെയും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് ആകുമോ, അങ്ങനെയൊരു ആദി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ബിനുവിനെ അറിയാലോ, ബാബുച്ചേട്ടൻ പോസിറ്റീവ് ആയപ്പോൾ ബിനുവിൻ്റെ കൂടെ തന്നെയല്ലേ ഞാൻ ടാക്സിയിൽ വന്നത്. അപ്പോൾ എനിക്ക് ഭയം ഉണ്ടായിരുന്നു, ബിനുവിന് പോസിറ്റീവ് ആവുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം എല്ലാം കഴിച്ചു. അവർക്ക് മക്കളുണ്ട്, അവർക്കും പോസിറ്റീവ് ആവണമെന്ന് നല്ലൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് തിരുരക്തം ഒഴുക്കി അവരെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ ഞാൻ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി ചെയ്ത സിസ്റ്റേഴ്സ് ആരും തന്നെ പോസിറ്റീവ് ആയില്ല. അതും കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണമായി ഞാൻ കരുതുന്നു. ഞങ്ങളുടെ ബിൽഡിങ്ങിലും ആരും പോസിറ്റീവ് ആയില്ല. അതെല്ലാം കർത്താവിൻ്റെ വലിയൊരു കാവലും കരുതലായി ഞാൻ കരുതുന്നു. ശരിക്കും തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഒഴുകി പ്രാർത്ഥിച്ചാൽ ആ തിരുരക്തത്തിൽ നമ്മൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉള്ള ഒരു ഉറച്ച ബോധ്യം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു അല്ലേ? ബാബുച്ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ബാബുച്ചേട്ടന് അഡ്മിറ്റായി ഒരു 40-41 ദിവസം കഴിഞ്ഞിട്ടാണ് തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. ഇതിനോടകം ബാബുച്ചേട്ടൻ പല സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. ആദ്യം ഹോസ്പിറ്റൽ, പിന്നെ കോവിഡ് സെൻറ്റർ, അവിടുന്ന് ക്വാറന്റൈൻ സെൻറ്റർ, ക്യാമ്പ്, ഇങ്ങനെയൊക്കെ മാറ്റപ്പെടുന്ന സമയത്ത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ അതിനുമപ്പുറം അവിടെ എല്ലാം ദൈവത്തിൻ്റെ താങ്ങി നിർത്തുന്ന ഒരു കരവും സംരക്ഷണവും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം അവിടുന്ന് 14 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ അവിടുന്ന് വീണ്ടും ഒരു ക്വാറന്റൈൻ സെൻറ്ററിലേക്ക് മാറ്റി, ഹോസ്പിറ്റലിൽ തന്നെ. അത് കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് ഒരു 14 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത ക്വാറന്റൈൻ സെൻറ്ററിലേക്ക് മാറ്റി. അത് മിലിറ്ററിയുടെ ക്യാമ്പായിരുന്നു. അവിടെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ അവിടെ പുതിയൊരു ക്യാമ്പായിരുന്നു. അതുകൊണ്ട് അവരവിടെ അറേഞ്ചിങ് ഒന്നും റെഡി ചെയ്യുന്നില്ല. അതെല്ലാം വെള്ളത്തിനും ഫുഡിനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ എനിക്ക് എടുത്തു പറയാനുള്ള 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു ദിവസം ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയറിന് ഭയങ്കര അസ്വസ്ഥയും എല്ലാം തോന്നി. അത് കഴിഞ്ഞ് ഞാൻ ടോയ്ലറ്റിലേക്ക് വന്നപ്പോൾ അവിടെ വെച്ച് എനിക്ക് തല കറങ്ങി. ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഒരു 4 മണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു. അത്രയും നേരം ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അതിൽ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഞാൻ വെച്ചാൽ ഞാനൊന്ന് വീഴാതെ എനിക്കൊന്നും സംഭവിക്കാതെ അവിടെ ദൈവം നമുക്ക് കാത്തു പരിപാലിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവിടെ ഡോക്ടർമാരോ നഴ്സുമാരോ ആരും തന്നെ അവിടെ ഇല്ല. മിലിറ്ററിയുടെ ക്യാമ്പാണ്, അവിടെ വേറെ ആരും തന്നെ ഇല്ല. അങ്ങനൊരു ഇത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അവിടെ. പിന്നെ അടുത്ത് വെച്ചാൽ ഞങ്ങളവിടെ റൂമിൽ 6 പേരാണുള്ളത്. അതിൽ 5 പേർക്ക് ഒരു ദിവസം കാലത്ത് ഫുഡ് വന്നില്ല. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഒത്തിരി ലേറ്റായിട്ടാണ് ഫുഡ് വന്നത്. അത് ഞങ്ങൾക്ക് 5 പേർക്ക് ഫുഡ് വന്നുള്ളൂ. പിന്നെ ഒരാൾക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സമയത്ത് അവരെല്ലാവരും പറഞ്ഞു നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാമെന്നുള്ളൊരു ഇതിൽ പറഞ്ഞു വേണ്ട, ഈ സമയത്ത് ആരും ഷെയർ ചെയ്ത് കഴിക്കണ്ട, ഒറ്റ കഴിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുന്നില്ല, നിങ്ങളെല്ലാവരും കഴിച്ചോളാം. അപ്പോൾ അവർ കഴിച്ചു. അത് കഴിഞ്ഞ് 2 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ പേര് വന്ന് വിളിച്ചിട്ട് നിനക്ക് ഫുഡ് കിട്ടിയില്ല, ഒരു ഡോക്ടർ പറഞ്ഞു നിനക്ക് ഫുഡ് കിട്ടിയില്ല. അതുകൊണ്ട് എൻ്റെ പേര് വിളിച്ചിട്ട് എനിക്ക് ഫുഡ് കൊടുത്തു തന്നു. നമ്മൾ സാധാരണ നമ്മുടെ ഫുഡ് കൊടുത്തു തന്നു. അത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലായിട്ട് ഞാൻ കാണുന്നു. കാരണം വെച്ചാൽ ഞാൻ ഡോൾസിയോടും അതുമാതിരി എൻ്റെ ഒരു ഫ്രണ്ടിനോടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഫുഡ് കിട്ടിയില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ വിളിച്ച് അവരോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഒരു നല്ലൊരു ഇടപെടൽ തന്നെയായിരുന്നു അത് വിശ്വസിക്കുന്നു. തീർച്ചയായും ഒരു വലിയ അത്ഭുതം തന്നെയാണ്. കാരണം ആ ഒരു 4 മണിക്കൂർ ടോയ്ലറ്റ് ബോധമില്ലാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഇപ്പോൾ മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയാണതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. തീർച്ചയായിട്ടും അതൊരു മരണത്തിൻ്റെ അവസ്ഥ തന്നെ ആയിരുന്നു അല്ലേ? കാരണം വീഴാതെ ഞാൻ അത്രയും നേരം ഇരുന്നില്ല അവിടെ. അതിനൊരു അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും
ഞാനിപ്പോഴും ഓർക്കുന്നു, ബാബുചേട്ടന് ഫുഡ് കിട്ടാതിരുന്ന സമയത്ത് ഡോൾസി ഒത്തിരിയേറെ ആകുലപ്പെട്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. ഇവൻ ഞങ്ങളുടെ നഴ്സസ് മിനിസ്ട്രിയുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വരെ പറഞ്ഞു, അവിടെ ഫുഡിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന്. അതെ, ഞാൻ ആ ദിവസങ്ങളിൽ ക്യാമ്പിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഭയങ്കര തണുപ്പ്, ഭയങ്കര അസ്വസ്ഥതകളും, ചുമയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ. അപ്പോൾ എൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ അല്ലേ, ഒരു ചൂടുവെള്ളം പോലും കിട്ടാത്തൊരവസ്ഥ. ഭക്ഷണം മിക്ക ദിവസങ്ങളിലും ഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയും. അപ്പോൾ ഞാൻ ആ ദിവസം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഫലമായിരിക്കാം ചിലപ്പോഴല്ല അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന കർത്താവ് അല്ലേ, ആ കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ ഒന്നിനും കുറിച്ചും എൻ്റെ പേരൊന്നും അവർക്ക് അറിയില്ല, പക്ഷെ ഫുഡ് കൊണ്ടുവരുന്ന ആൾക്ക് അവരെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പേര് വിളിച്ചിട്ടാണ് പറഞ്ഞത് നിനക്ക് ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞുണ്ട്, ഒരു ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞാണ് എനിക്ക് കൊണ്ടുവന്ന് തരുന്നത്. നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്നു അല്ലേ. അങ്ങനെ നമ്മെ ചേർത്ത് പിടിക്കുന്ന സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ഞാൻ ശരിക്കും നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. ഈ സംഭവങ്ങൾ, അതായത് ഈ സഹനങ്ങളിലൂടെ എല്ലാം കടന്നു പോയത് ആ വലിയ ആഴ്ചയിലായിരുന്നു. തീർച്ചയായും ഞാൻ ക്വാറന്റൈൻ സെൻറ്ററിൽ പോയത് മാർച്ച് 29 ആണെങ്കിലും ഓശാന ഞായറാഴ്ചയാണ് ഞാൻ അഡ്മിറ്റ് ആവുന്നത്, ഞാൻ പോസിറ്റീവായത്. ശരിക്കും കർത്താവിൻ്റെ പീഡാസനത്തോട് ചേർന്ന് നിൽക്കാൻ ദൈവം തന്നൊരു അവസരമായിരുന്നു. അവനെ ക്ഷതമേൽക്കണമെന്ന് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്ത് അവൻ ജനത്തോട് ചേർത്ത് വെച്ച് ഞാനിത് പറയുകയാണ്. കർത്താവിൻ്റെ വലിയ ആഴ്ചയിൽ ഒരുപാട് ആത്മീയ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ കർത്താവിൻ്റെ പീഡയോട് ചേർന്ന് നിൽക്കാൻ, ആ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകാൻ ശാരീരികമായും ആത്മീയമായും ഞാൻ രണ്ടുപേരും ഒരുക്കിയതാണെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഡോൾസി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഒരു കുരിശിൻ്റെ വഴി തന്നെയായിരുന്നു ആ വലിയ ആഴ്ചയിൽ. കാരണം എനിക്ക് സംസാരിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. സംസാരിക്കുമ്പോൾ എനിക്ക് അപ്പോൾ ചുമ വരും, തീരെ സംസാരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ തന്നെയായിരുന്നു ആഴ്ച. ബാബുചേട്ടൻ ആ സമയങ്ങളിൽ ബാബുചേട്ടൻ്റെ ദൈവാനുഭവം എന്തായിരുന്നു, പ്രാർത്ഥനാ ജീവിതം? നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ അത്രയും സ്വാതന്ത്ര്യത്തോടെ നമ്മളെല്ലാം നടന്ന് പെട്ടെന്നൊരു ദിവസം നമ്മളൊരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. കാരണം ആ സമയത്ത് നമുക്ക് വേഗം ആശ്രയം എന്ന് പറയുന്നത് ദൈവം തന്നെയുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥനയും എല്ലാം കൂടി ദൈവത്തോട് അടുത്ത് കൂടുതൽ ഇരിക്കാനും നമുക്ക് കൂടുതൽ കൊന്ത ചെല്ലുവാനും എല്ലാവർക്കും സാധിച്ചു. അതുമാതിരി തന്നെ ഓൺലൈനിലായാലും നമുക്ക് ഡെയിലി കുർബാന കാണാനും, ഞങ്ങളുടെ രൂപതയിലത്തെ തന്നെ ചാനലുണ്ട്, മീഡിയ കത്തോലിക്ക, ആ ചാനലിൽ ഡെയിലി ഓൺലൈനിൽ കുർബാന കാണും. ആ കുർബാന ഡെയിലി കാണാനും എല്ലാവരും സഹായിച്ചു എനിക്ക്. ബാബുചേട്ടന് മാതാവിനോട് ഒത്തിരി സ്നേഹമുള്ള കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഡോൾസി പറഞ്ഞിട്ടുണ്ട്. രാവിലെ എണീറ്റ് 2-3 ഒക്കെ കൊന്ത ചെല്ലുന്നതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ, ഞാൻ കാലത്ത് ഡെയിലി 4 മണിക്ക് ആകുമ്പോൾ എനിക്ക് ഞാൻ ഡെയിലി കൊന്ത ചെല്ലും. ഇതിന് ഹോസ്പിറ്റലായിരുന്നപ്പോൾ കൂടുതൽ കൊന്ത ചെല്ലാനും കൂടി നമുക്ക് സാധിച്ചു. മാതാവിൻ്റെ ഒരു സജീവ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ പോയ വഴിക്കെല്ലാം ഉണ്ടായിരുന്നു. മാതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിച്ചു അല്ലേ? ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ചുറ്റും പ്രാർത്ഥനയുടെ ഒരു വലിയ സമൂഹം തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായും നമ്മളെ ഈ ഒരു കൂട്ടായ്മയോട്, നഴ്സസ് മിനിസ്ട്രി എന്ന കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം പ്രാർത്ഥന ലഭിച്ചത്. നമ്മളുടെ ഇൻ്റർസെഷൻ മിനിസ്ട്രിയിലാണെങ്കിൽ എല്ലാവരും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും വിളിച്ച് പറഞ്ഞിരുന്നു. യാതൊരു പ്രത്യാശയില്ലാത്ത ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. പക്ഷെ പ്രത്യാശയുടെ വചനങ്ങളായിരുന്നു. അവിടെ നിന്നെല്ലാം നമുക്ക് ഒത്തിരി നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ വചനങ്ങളെല്ലാം ഏറ്റിട്ട് ചെല്ലാനും അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടി. എല്ലാ സ്ഥലത്തു നിന്നും ഞങ്ങളുടെ പാരീഷിലായാലും ഞങ്ങളുടെ അച്ഛന്മാർ ആരാധന എന്ന് വെച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ഈ ഫസ്റ്റ് കോവിഡ് പോസിറ്റീവ് ആകുന്ന സംഭവം ലോകം മുഴുവൻ അറിഞ്ഞതുപോലെ തന്നെ ലോകം മുഴുവൻ പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി പ്രാർത്ഥന കിട്ടിയ ദിവസങ്ങളായിരുന്നു. അതെല്ലാം കർത്താവിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഒരു ഭാഗമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയുടെ ബലം, അതുപോലെ തന്നെ എനിക്ക് വേണ്ട അന്ന് ലോക്ക്ഡൗൺ കാലഘട്ടമായിരുന്നല്ലോ, പുറത്തിറങ്ങാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയിലെ സിസ്റ്റേഴ്സ്, എൻ്റെ കൂട്ടുകാർ വന്ന് എനിക്ക് ഫുഡ് കൊടുന്നവരെയും, ബാബുചേട്ടൻ 41 ദിവസം ക്വാറന്റൈനിലൊക്കെ ആയിരുന്നു. ഞാൻ തന്നെ ഫ്ലാറ്റിൽ, എനിക്ക് ഭക്ഷണമൊന്നും വെക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നു, നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടു തരുന്നു. നമ്മുടെ കൂട്ടായ്മയുടെ ബലം തന്നെയാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ആവശ്യകത ഞാൻ ഊന്നി പറയുകയാണ്. അങ്ങനെ ഒരു ഇനി ആരെങ്കിലും ഈ കൂട്ടായ്മയിലേക്ക് വന്നില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ വരണമെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ബാബുചേട്ടനും കമ്പനിയിലുള്ള കൂട്ടുകാരൊക്കെ ഒത്തിരി ഫ്രണ്ട്സുകളെല്ലാവരും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്നു. അതുമാതിരി തന്നെ ഞങ്ങളുടെ നാട്ടിലെ ഇടവകയിലെ പള്ളിയിൽ അവിടെ പ്രയർ ഗ്രൂപ്പിലും ഒക്കെ
പ്രയർ റിക്വസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ അച്ഛൻ തന്നെ എല്ലാവരോടും പ്രയർ റിക്വസ്റ്റ് പറഞ്ഞ് അച്ഛൻ ആരാധനയും ഒക്കെ എഴുന്നേൽച്ച് വെച്ച് പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ആ പ്രാർത്ഥനയും നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊറോണ വന്നതിൻ്റെ ഫലമായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന മക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ജോഷ 5:18 പറയുന്നുണ്ടല്ലോ, അവിടുന്ന് മുറിവേൽപ്പിക്കുമെന്നാൽ വെച്ച് കെട്ടും, അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. അതുപോലെ തന്നെ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഒരു നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ മറന്നു, എന്നാൽ മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. ഈ 2 വചനത്തോടും കൂടി ചേർത്ത് വയ്ക്കാൻ സാധിക്കും. അതായത് ലോകത്തിലെ ഒത്തിരി ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവരുണ്ട് കോവിഡ് മൂലം, മക്കളും നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. ഇവരോടെല്ലാം നമുക്ക് പറയാൻ സാധിക്കും, ഏത് വലിയ വിഷമതയിലൂടെ കടന്നു പോയാലും കർത്താവിൽ ആശ്രയിക്കാനായിട്ട് അവിടുത്തെ കരം സുഖപ്പെടുത്തുന്ന ഒരു കരമാണ്. ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും നമ്മുടെ വിശ്വാസം ഉപേക്ഷിക്കാതെ കൂടുതൽ കർത്താവിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് എനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റിലൂടെ എനിക്ക് ലോകത്തോട് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോയ ഈ കുടുംബം, അതിനുമപ്പുറം ഒരിക്കലും മറക്കാനാവാത്ത ഒത്തിരിയേറെ ദൈവിക സാന്നിധ്യം രുചിച്ചറിഞ്ഞ അനുഭവം നിങ്ങൾ കേട്ടുവല്ലോ. ഈ പുതിയ വർഷത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാ കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അതിനുമപ്പുറം ദൈവത്തിൻ്റെ ആ മഹത്വം ദർശിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് തൻ്റെ സംരക്ഷണ കോട്ടയ്ക്കുള്ളിൽ ഈ കുടുംബത്തെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നമുക്ക് അവിടത്തോട് നന്ദി പറയാം. ഓരോ പുതുവർഷവും അനേകം തീരുമാനങ്ങൾ നാം എടുക്കാറുണ്ടെങ്കിലും അതിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. എന്നാൽ ഈ 2021 നമുക്കൊരുമിച്ച് ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ ഈശോയോട് കൂടുതൽ സംസാരിക്കാനും ആത്മാക്കളുടെ രക്ഷയ്ക്കായി കൊച്ചു കൊച്ചു കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമുക്ക് ഈശോയോട് കൂടുതൽ ചേർന്നിരിക്കാം. അങ്ങനെ ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരാകാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.